ഹലോ, നമസ്കാരം. അങ്ങനെ രാവിലെ 6 മണിയായി. ഞങ്ങൾ അതെ ചായ കുടിക്കാൻ വേണ്ടി 6 മണിയായി. ഇതിപ്പോൾ എവിടെ സ്ഥലമൊന്നുമല്ല, അറിയാവോടാ? എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല. നല്ല ഉറക്കമായത്. അരിയെ പറ്റി പിടിച്ചത് ഡീറ്റതേ ഉള്ളൂ. കർമ്മല എന്ന് പറയുന്നത് കർണാടകയാണ്. കർമ്മല ബീച്ചിലോ? കർമ്മല ബീച്ചിന് ഒരു 5 കിലോമീറ്റർ അടുത്താണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. രാവിലെ ചായ കുടിച്ചിട്ട് ഡ്യൂട്ടി ഏറ്റെടുക്കാനുള്ള പ്ലാനില്ല. നല്ല ഉറക്കമായിരുന്നു. വഴിയുടെ അവസ്ഥ രക്ഷയില്ല. കുലുക്കി കേട്ടോ. പക്ഷെ ഉറക്കം ശരിയാകില്ലായിരുന്നു. 4 മണിയായപ്പോഴാണ് കിടന്നത്. എണീറ്റേ ഉള്ളൂ. 2 മണിക്കൂർ കിടന്നു. നല്ല സുഖം ഉറക്കറങ്ങി. അപ്പോൾ ശരി, ചായ കുടിച്ചിട്ട് കാണാം. ചെറിയൊരു കടയാണ്, ചെറുതല്ല, അത്യാവശ്യം നല്ലൊരു കടയാണ്. കഴിച്ചിട്ട് കാണാം. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് പതുക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കർമ്മല ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ. അപ്പം രാവിലെ നല്ല ഇളം വെയിലോടുകൂടി നല്ല കാഴ്ചകളൊക്കെയാണ്. നല്ല തണുപ്പുണ്ട് രാവിലെ. നല്ല രസമുണ്ട് കാണാൻ. 6 മണി 7 മണി ആയതുള്ളൂ. ഡബിൾ ലൈനാണ്. രാവിലെ വലിയ തിരക്കൊന്നുമില്ല. വാഴക്കൃഷി, കരിമ്പ് കൃഷി ഒക്കെ കേട്ടോ ഈ സൈഡ് കൂടുതൽ. ചോളം, ഇതൊക്കെയാണ് ഈ ഭാഗങ്ങളിലുള്ള കൃഷികൾ കൂടുതലാണ്. കാണുന്ന അങ്ങേറ്റത്ത് കാണുന്നതെല്ലാം വാഴയാണ്. ഇവിടെ നല്ല ഉറക്കം പിടിച്ചു. 4 മണി തൊട്ട് അനീഷ ഓടിക്കുന്നത്. ഇപ്പം 6-6:30 വരെ അനീഷ ഓടിച്ചു. ഇപ്പം കുറച്ച് നേരം ഞാൻ ആ സമയത്ത് ഇവിടെ നല്ലോണം അങ്ങ് ഉറങ്ങി. നല്ല ഇതാണ്. ഇനിയിപ്പം ഇവിടുന്ന് നേരെ പോകുന്നത് സോളാപൂരിലേക്ക്. സോളാപൂരി എന്നിട്ട് അവിടുന്ന് പിന്നെ ചിത്രദുർഗ, അങ്ങനെ നാട്ടിലേക്ക് അടുത്തോണ്ടേയിരിക്കും. ക്യാബിന് സൗകര്യം ഇച്ചിരി കുറവാണ്. അതുകൊണ്ട് ബാഗൊക്കെ വെച്ച് കഴിയുമ്പോൾ പിന്നെ കിടക്കാനുള്ള ഇട കുറവാണ്. ചുരുണ്ട് കൂടി കിടക്കണം. നല്ലൊരു കോഫി ഷോപ്പ് കണ്ടോ. ഇങ്ങോട്ട് മഹാരാഷ്ട്രയിൽ ഈ ഏരിയയിലൊക്കെ ഇച്ചിരി നല്ല വൃത്തിയുള്ള ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായ കുടിക്കും. ഇച്ചിരി അങ്ങോട്ടങ്ങോട്ട് മാറുന്നതോട് ഒട്ടുമില്ല. ചെളി നിറഞ്ഞ നമുക്ക് നടക്കാൻ പോലും പറ്റില്ലാത്തത്. അങ്ങോട്ട് മഴയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വലിയ മഴയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. അപ്പം അങ്ങോട്ടെങ്ങനെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഇറക്കമാണ്, ചെറിയൊരു ഇറക്കം. ഇതുണ്ടോ? രാവിലെ കച്ചവടത്തിന് പോകുന്ന അടിപൊളി. നിർത്തിയിട്ടൊരു 5-6 മേടിച്ചാലോ? ഐശ്വര്യകാരൻ സമ്മതിക്കല്ല. നമ്മളെ കയറ്റിയും പിടിയല, കയറിയും പോകും. എന്തൊരു
ഒരു രാജസ്ഥാൻ ടൈലറുകാരൻ തല കയറ്റി വെക്കുന്നുണ്ട്. ഈ ഭാഗത്ത് കൂടുതലും വാഴ കൃഷിയാണ് കേട്ടോ. വാഴ വരുന്നത് കാരണം നമുക്കത് എല്ലാം വാഴ കൃഷിയാണ്. അതൊക്കെ നമ്മളെല്ലാം ഏറിപ്പോയതല്ലോ വാഴ കൃഷി. ഏതാ സ്ഥലം എന്ന് പറയാൻ അറിയില്ല. ഹിന്ദിയിലല്ല എഴുതി വെച്ചേക്കുന്നത്. ഹിന്ദി വായിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. ഞാൻ ഇപ്പോൾ വായിക്കാൻ തുടങ്ങിയാൽ വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ ആൻസർ പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നില്ല. अपने सर बोलो बोले അങ്ങനെ പോകുന്നു. എന്താ മാവിൻ തൈകൾ നിൽക്കുന്നുണ്ട് അവിടെ. നല്ലോണം കിളുത്ത് നിൽക്കുവാണ്. മൊഹൽ 48 കിലോ, സോളാപൂർ 79, ഹൈദരാബാദ് 383 കിലോമീറ്റർ. സോളാപൂരാണ് നമുക്ക് എല്ലാം. അവിടെ 79 കിലോമീറ്ററും കൂടി ഇനി ഓടണം. രാവിലെ വലിയ തിരക്കൊന്നുമില്ല. 8 മണിയായി. 8 മണി ഉച്ചയായി. നമ്മൾ രാവിലെ ചായ കുടിച്ചിരുന്ന ഏകദേശം 50 കിലോമീറ്റർ, ഒരു 50 കിലോമീറ്റർ വെച്ച് ഓടി. 1 മണിക്കൂർ അടുത്ത് ഓടി. 1 മണിക്കൂർ ഏകദേശം 50 കിലോമീറ്റർ അല്ല 55 കിലോമീറ്റർ മതി. അത്രയൊക്കെ ഓടാൻ പറ്റുള്ളൂ കേട്ടോ. അതിന് താഴോട്ടേ ഓടാൻ പറ്റുള്ളൂ. നിർത്താതെ ഓടുവാണ്. നമ്മൾ ഏകദേശം ഒരു 50 കിലോമീറ്റർ മിച്ചം ഓടിയിട്ടുണ്ട്. സമയം 1 മണിക്കൂർ മിച്ചമായി. എന്താ അനീഷ് ഇവിടെ കിടന്ന് നല്ല ഉറക്കം കേട്ടോ. അനീഷ് നല്ല സൂപ്പർ ഉറക്കത്തിലാണ്. അവനിച്ചിരി ഉറക്കപ്രിയനാണ്. ബെഡ് പാർക്ക് ചെയ്ത് ഒരു ദാവയാണ്, നല്ലൊരു പഞ്ചാബി ദാവയാണ്. ഇതെല്ലാം മാവിൻ്റെ തൈകൾ വെച്ച് പിടിച്ച മാവും തൈകളാണ് കേട്ടോ. ഇവിടെ എല്ലാം കൂടുതൽ തോട്ടത്തിലെ ഇവിടെ നല്ല പൂക്കളെല്ലാം ഇങ്ങനെ പൂത്തിരിക്കുന്നതാണ്. ഇത് കാണിക്കാൻ വേണ്ടി എടുത്തത്. നല്ല രസമല്ലേ. രാവിലെയാണ്. കണ്ണിനൊരു കുളിർമയാ ഇങ്ങനെ പൂത്തിരിക്കുന്ന കാണാം. നമ്മൾ സോളാപൂരിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു 50 കിലോമീറ്ററും കൂടെ ഉള്ളൂ സോളാപൂരിന്. ഇങ്ങനെ പൂത്തിരിക്കുന്ന കാണാൻ.
50 കിലോമീറ്ററും കൂടെ ചെറിയൊരു ടൗണെത്തി. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു സുഖമായിട്ട്. ഇപ്പോൾ ഒരു സമയം 8:57 പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ജോലിക്കൊക്കെ പോകാൻ വേണ്ടി ആൾക്കാരിങ്ങനെ ബസ് കാത്ത് നിൽക്കുക. മാർക്കറ്റ് അത് നല്ല ലെങ്കിൽ കിടക്കുവാണ് അവിടെ. ഈ സമയമാകുമ്പോൾ പൂക്കളെല്ലാം ഇങ്ങനെ പൂത്ത് നല്ല അടിപൊളിയാണ് കാഴ്ചയ്ക്ക്. ഇങ്ങനെ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന NH65 നാഷണൽ ഹൈവേ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NH65 നാഷണൽ ഹൈവേ 65-ലൂടെയാണ്. ഒരു മഹാരാഷ്ട്രയുടെ ഒരു RTO ചെക്ക് പോസ്റ്റ് വരാനുണ്ട്. കഴിഞ്ഞ് പിന്നെ കർണാടകയുടെ വരാനുണ്ട്. ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 1600 രൂപ അടുത്ത് നമുക്കവിടെ ചിലവാകും. അവർക്ക് കൊടുക്കണം മാമൂലായിട്ട്, എന്നാലേ നമ്മൾ കടത്തി വിടും. കർണാടക 900, മഹാരാഷ്ട്ര 700. 14 വീലിന് ഇത്രയും രൂപ കൊടുക്കണം. 12 വീലാണെങ്കിൽ 500 രൂപ വെച്ച്, 10 വീലാണെങ്കിൽ 300 രൂപ വെച്ച്. ഇത്രയും കൊടുത്താലേ അവിടുന്ന് നമ്മളെ കടത്തി വിടുള്ളൂ. ലോങ്ങിലുള്ള കാഴ്ച. റോഡെല്ലാം മോശം. ജലദോഷം വിളിച്ചു, അതുകൊണ്ട് ഒരു രക്ഷയില്ല. തൊണ്ടയ്ക്കൊക്കെ വേദനയാണ്. അരളിപ്പൂ കേട്ടോ, അരളിപ്പൂ ഇങ്ങനെ പൂത്തേക്കാണ്.
ബോർഡുകളെല്ലാം എഴുതി വെച്ചേക്കുന്നത് ഹിന്ദിയിലായതുകൊണ്ട് നമുക്ക് സ്ഥലപ്പേര് വായിക്കാൻ പറ്റുന്നില്ല. ഇംഗ്ലീഷിലാണെങ്കിലും പിന്നെ നമുക്കൊരു തപ്പിത്തടഞ്ഞാണേലും വായിക്കാൻ നോക്കും. ഹിന്ദി ആകുമ്പോഴത്തേന് ഭയങ്കര പാടാണ്. ഹിന്ദിയെല്ലാം മറാഠിയിൽ എഴുതി വെക്കൂടെ, ഒരു രക്ഷയില്ല. രാവിലെ സേട്ടുമാരെല്ലാം പണിക്ക് പോകാൻ വേണ്ടി എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് ബൈക്കിൽ. ഭയങ്കര ബൈക്ക് ശല്യമാണ്. കായ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ പക്ഷിയൊക്കെ കൊത്താതിരിക്കാൻ വേണ്ടി പേപ്പർ വെച്ച് കുമ്പിള് കുത്തിയിടിയല്ലേ, കാവലിനൊക്കെ അതുപോലെ കുത്തി കുത്തി ഇട്ടേക്കുക. കണ്ടോ, ഇത് രസമാണ്. നമ്മുടെ വണ്ടിയുടെ കിലോമീറ്റർ 3,1536,000. വണ്ടി ചെല്ലുമ്പോഴേ സർവീസാണ്, സർവീസിന് കയറ്റും. ആ നിൽക്കുന്ന മാതള നാരങ്ങേൻ്റെയാണ്. എല്ലാം കായ്ച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വിജയപുരം എത്തി. വിജയപുരം എന്നാ ലെഫ്റ്റ് എടുത്ത് വേണം ഇനി പോകാൻ. ഇവിടുന്ന് ഇനി ലെഫ്റ്റ് എടുത്ത് ഹൈ റോഡ് കയറി വേണം ഇനി പോകാൻ. നല്ല ചാട്ടം കേട്ടോ. ബംഗളൂരു എല്ലാം പോകുന്ന ഈ വഴിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മള് ഇത് ബൈപ്പാസിലേക്ക് കയറാൻ വേണ്ടിയുള്ള കേട്ടോ വഴിയാണ്. ഇങ്ങനെ കയറി റൗണ്ട് ചെയ്ത് നമ്മൾ കയറണം. നമ്മൾ ഗൾഫിലൊക്കെ കണ്ടിട്ടില്ലേ, യു ഷേപ്പിൽ റാ ഷേപ്പിലൊക്കെ വണ്ടി പോകും. അതുപോലെ തന്നെ ഇതിലിങ്ങനെ കറങ്ങി അതിലിങ്ങനെ അധികൃതർ ഇപ്പം എൻഎച്ചിൻ്റെ ആൾക്കാർ ഇങ്ങനെ നിന്ന് ഓരോരോ കാര്യങ്ങൾ നോക്കും. കാഴ്ചകൾ നോക്കി ബൈപ്പാസ് കയറി. ബൈപ്പാസ് അല്ല, ഹൈവേ ആണ്, നാഷണൽ ഹൈവേ ആണ്. വിജയപുരം സോളാപൂർ പോകുന്നത് ബാംഗ്ലൂർ ഹൈവേ ആണ്. ടോളുകളുണ്ട് കേട്ടോ. കാറ്റ് പിടിക്കുന്നുണ്ട്. ഫോണൊക്കെ ആണെങ്കിൽ നല്ല കാറ്റാണ്. മൈക്കില്ലാത്തതുകൊണ്ട് കാറ്റടിക്കുന്ന സൗണ്ട് കൂടുതലായിട്ട് കേൾക്കും, ക്ഷമിക്കുക. മൈക്കൊക്കെ ഓർഡർ ചെയ്തു വീട്ടിലാണ് വന്നേക്കുന്നത്. നമ്മുടെ കൈ കിട്ടിയില്ല. വീട്ടിൽ മൈക്ക് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. ഇപ്പം
ഓണത്തിന് വീട്ടിൽ ചെല്ലുമ്പോൾ വേണം അതെടുക്കാൻ. മഴയ്ക്ക് ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് മഴ മൂടലുണ്ട്, നല്ലോണം മൂടലുണ്ട്. ഇന്ന് വെയിലെന്ന് പറയുന്ന സാധനം കാണാനില്ല. ഇന്നലെ നല്ല വെയിലായിരുന്നെങ്കിൽ ഇന്ന് വെയിലെന്ന് പറയുന്നില്ല, അല്ല അനീഷേ? നല്ല വെയിൽ, നല്ല തണുത്ത കാലാവസ്ഥയാണ്. യാത്ര ചെയ്യാനും നല്ല രസമുണ്ട്, സുഖമുണ്ട്. ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിച്ച് അതിനെ വെയിലിൻ്റെ കാഠിന്യം ഇല്ലാതെ യാത്ര ചെയ്യാം. അനീഷ് ഇപ്പം എണീറ്റോളൂ കേട്ടോ, ഉറക്കമൊക്കെ കഴിഞ്ഞ് അനീഷ് എണീറ്റോ. പിന്നെ ഞങ്ങൾ രണ്ടും അങ്ങ് പോവാണ്. നല്ല അടിപൊളി ഒരു അണ്ടർ പാസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗൾഫിലൊക്കെ നമ്മൾ വണ്ടി ഓടിക്കുന്ന പോലെ ഉണ്ട് ഇപ്പം ഇവിടെ. ശരിക്കും അതേ ഒരു ഫീല് നമുക്ക് കിട്ടും. നല്ല വഴി ഇവിടെ തന്നെ നല്ല വഴിയായി. റോഡിന് എന്നാ അവസ്ഥ എന്ന് വെച്ചാൽ ഈ വണ്ടി ഓടിയിട്ട് റോഡിൻ്റെ വണ്ടിയുടെ വീൽപ്പാടിനനുസരിച്ച് റോഡ് കുഴിഞ്ഞ് ഒരു കുളച്ചിലായി. ഇപ്പോൾ വണ്ടിക്ക് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വണ്ടിയുടെ വഴിക്ക് പോകും. ഇത്ര ലോഡും വെച്ച് വണ്ടി ഓടിയിട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ കംപ്ലൈൻ്റ് കേട്ടോ, പണിതേൻ്റെ കംപ്ലൈൻറ്റാണ്. കുഴി ആ പാട് പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. കണ്ടോ റോഡിൻ്റെ വീൽപ്പാട് കാണുന്നുണ്ടോ? ചെറുതായിട്ട് കാണാൻ തോന്നുന്നു. അതിങ്ങനെ കുഴിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് സൂക്ഷിച്ചിരുന്നില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവും വണ്ടി. വീല് കയറിയാലേ കുളയും കിടണം, കൺട്രോൾ നഷ്ടപ്പെടും. ഇങ്ങനെയാണ് ചിലപ്പോൾ വണ്ടി മറിയുന്നതും വണ്ടി പോയി ഇടിക്കുന്നതും എല്ലാം. ഇതൊക്കെ തന്നെയാണ്. ഉറക്കത്തിൽ ഇത് അറിയില്ല. ഇപ്പം ആദ്യം ഉറക്കത്തിലൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ പോകും. ദാബ കാറുകൾ കാണാനില്ല. എല്ലാം ഉള്ള ട്രെയിലറുകൾ മാത്രം, ടെക്നുകൾ മാത്രം, വേറൊന്നുമില്ല.
ഇത് മൊത്തത്തിൽ ബേർഡ് സാങ്ച്വറിയുടെ നടുക്കൂടെയാണ് പോകുന്നത് കേട്ടോ. പക്ഷിസങ്കേതത്തിന്റെ നടുക്കൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. കാലാവസ്ഥയല്ലോ മൊത്തം ഒരു പ്രളവൊക്കെ നടക്കുന്ന പോലെ മൂടൽ മഞ്ഞ് നടക്കുന്ന പോലെയാണ്. കേലുവണ്ടി കാണാനില്ല. ഒരു കേരള വണ്ടി ഈ റൂട്ടിൽ ഒരു വണ്ടി പോലും കണ്ടിട്ടില്ല. അഹമ്മദാബാദ് അങ്ങോട്ട് പോയപ്പോഴും കണ്ടിട്ടില്ല. ഇവിടം വരെ കേരള വണ്ടി ഏറ്റവും കൂടുതൽ പോകുന്നത് എങ്ങോട്ടാന്ന് അറിയാം? മുംബൈ വഴിയാകും. ശിരൂര്, കർണാടക ശിരൂര് വഴിക്കില്ലേ? ആ വഴിയാണ് ഏറ്റവും പോയ വഴി. ആ വഴിയാണ് ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോം. വാപ്പി വഴി സൂറത്തൊക്കെ പോകുന്നു. ഗുജറാത്ത് പോകുന്ന മുഴുവൻ വാപ്പി വഴിയല്ലേ. കോളാമ്പി പൂവല്ലടാ എന്റെ പേര്. കോളാമ്പി പൂന്നല്ലേ പറയുന്നത്. നല്ല ഭംഗി. ഇത് ചെറുപ്പത്തിലേ ഈ പൂ മോട്ടോടെ പിടിച്ചെടുത്തിട്ട് നെറ്റിയിലടിച്ചിട്ട് ഇങ്ങനെ. അങ്ങനെ ഞങ്ങള് മഹാരാഷ്ട്രയുടെയും കഴിഞ്ഞു RTO, കർണാടകയുടെയും കഴിഞ്ഞു RTO. 1600 രൂപ അവർ രണ്ടുപേരും കൂടെ പിടിച്ചു മേടിച്ചു. സന്തോഷത്തോടെ ഞങ്ങൾ കൊടുത്തിട്ടിങ്ങ് പോന്നു. സൂര്യകാന്തി പൂത്തേക്കുന്നുണ്ടോ? അയ്യ ഉണ്ടോ? എന്തോരെയാണ് ഇങ്ങനെ സൂര്യകാന്തിപ്പാടം. അപ്പോൾ ഞങ്ങൾ സോളാപൂർ കഴിഞ്ഞ് ചിത്രദുർഗയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. സോളാപൂർ ആയതേ ഉള്ളൂ. അവിടുന്ന് ചിത്രദുർഗയ്ക്ക് പോകുന്നു. ഞാൻ ഇറങ്ങി. അനീഷ് വണ്ടി ഡീസൽ അടിക്കാണ്ടായിരുന്നു. അപ്പോൾ പമ്പ് കയറി ഡീസൽ അടിച്ച് അതിനുശേഷം അനീഷ് വണ്ടി എടുത്തു. അനീഷ് നല്ല സുന്ദരനും സുമുഖനും സുശീലനുമായിട്ടാണ് അവനിരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതുണ്ടോ, കാഴ്ചകളൊക്കെ കണ്ടു പോവാണ്. ചെറിയ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറിയപ്പോഴത്തേന് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. ചെറിയ മഴ കണ്ടോ. പോത്തൊക്കെ നിന്ന് നല്ല അടിപൊളി പോത്ത്. നല്ല കൊമ്പ് നോക്കി അവൻ്റെ, ഇതിൻ്റെ കൊമ്പ് നോക്കി കണ്ടോ. ഓ എന്താ, അത് വെച്ചൊരു ഗീറ് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ജീവിതകാലം മുഴുവൻ നമുക്ക് പെട്ടി കിടക്കാം. അല്ല അത് പറഞ്ഞു, ജീവിതകാലം മുഴുവൻ നമുക്ക് പെട്ടി കിടക്കാം. മണ്ണിൽ പോവുമല്ലോ.
കണ്ടോ ഇങ്ങോട്ട് കയറിയപ്പോഴത്തേന് റോഡ് നല്ല സൂപ്പർ റോഡായി. കർണാടകയിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട, അവർ കട്ടർ പോലും ഇല്ലാത്ത നല്ല റോഡ് കിട്ടും, കുഴപ്പമില്ല. ഇത് കണ്ടോ വഴിയിലെല്ലാം നല്ല ഭംഗിയുള്ള പൂക്കളെല്ലാം വെച്ച് റോഡെല്ലാം നല്ല സെറ്റപ്പാണ്. നമുക്ക് യാത്ര ചെയ്യുമ്പം കണ്ണിനൊരു കുളിർമ കിട്ടും, പൂക്കളൊക്കെ കണ്ടങ്ങ് പോകാം. പിന്നെ എതിരെ വരുന്ന വണ്ടിയുടെ നൈറ്റ് കാലങ്ങളിൽ ഇങ്ങനെ വെച്ചേക്കുന്നതിൻ്റെ ഉപകാരം എന്നാന്ന് വെച്ചാൽ എതിരെ വരുന്ന വണ്ടിയുടെ ലൈറ്റ് നമുക്ക് കണ്ണിലടിക്കില്ല. അത് വളരെ ഉപകാരമുള്ള കാര്യമാണ്. അതിനുവേണ്ടിയാണ് മെയിനായിട്ട് റോഡിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ചെടികളും മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതങ്ങനെ അതുണ്ടോ നല്ല കാറുണ്ട് കേട്ടോ, മഴയ്ക്കുള്ള നല്ല ലക്ഷണമുണ്ട്. ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്, എങ്ങനെ പോകുന്നു നോക്കിയേ കണ്ടോ. നല്ല തുമരപ്പയറൊക്കെ നട്ടുപിടിപ്പിച്ചേക്കുന്ന അവിടെ നല്ല കൃഷിയൊക്കെ ഒരുക്കി റെഡിയായിട്ട് നിർത്തി ഇപ്പോൾ കണ്ടോ. ഇങ്ങനെ പോവാണ് ഞങ്ങൾ. നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് പതുക്കെ അല്ലേ അനീസേ, പതുക്കെ പോവാം. അപ്പം നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഏതായാലും നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാലും വൈകുന്നേരത്തേനെ ലോഡ് ഇറക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ പതിയെ പോകുന്നുള്ളൂ. ഇത് നാടോടി സംഘം കേട്ടോ, ഈ പോകുന്ന വണ്ടിയിൽ നാടോടി സംഘമാണ്. ഇവരിങ്ങനെ നാടുവിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു കുടുംബം മുഴുവനാണ് പോകുന്നത്, ഒരു കുടുംബമാണ് പോകുന്നത്. അതുപോലെ തന്നെ മുന്നിലും പോകുന്നുണ്ട് വേറെ ഒരു സെറ്റ്. ഇതിങ്ങനെ ഇവരിങ്ങനെ ഓരോ ഏരിയയിലേക്ക് മാറി പോയിക്കൊണ്ടേയിരിക്കും. അവിടെ എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളോ ജോലിയൊക്കെ ചെയ്ത് അവിടെ ആ ഏരിയയിൽ തമ്പടിച്ച് അവിടുന്ന് തിരുമ്പോൾ അടുത്തടുത്തോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു സെറ്റാണ് ബൈക്ക് കാര്യങ്ങളെല്ലാം കുടുംബത്തോടെയാണ് പോകുന്നത്. മഴയുണ്ട് കേട്ടോ, മഴയൊക്കെ നനഞ്ഞ കേട്ടോ പോകുന്നത്. അവരെവിടെയെങ്കിലും കയറി നിൽക്കുമായിരിക്കുമല്ലോ, ഇപ്പം എന്നാ വേറെ ചെയ്യാനാ, ചിലപ്പോൾ അങ്ങനെ വല്ലതും ആയിരിക്കണം. എന്തായാലും കഷ്ടമല്ല ജീവിതം. കുട്ടികളും ഭാര്യമാരും ഒക്കെ ആയിട്ട് മൊത്തം ഒരു കുടുംബം അടച്ചാ പോകുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നല്ലൊരു അമ്പലം ഉണ്ട്, അമ്പലത്തിൻ്റെ സ്തൂപം നിൽക്കുന്നത്. അനീഷ് ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരിക്കും. അനീഷേ കണ്ടോ, ഇതന്നെ ഇങ്ങനെ ചവിട്ടിയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ വേറൊന്നുമല്ല, പെട്ടെന്നൊന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ മൂക്കിയെന്ന് ഗ്ലാസ്സിൽ അടിക്കരുത്, അതിനുവേണ്ടി മാത്രമാണ്. അതെ, ചുമന്ന പെയിൻറ് വരുമായതുകൊണ്ട് മാത്രം ഇങ്ങനെ ചവിട്ടിയിരിക്കുന്ന. ഇത് സെൽക്കിയാണ്, നമ്മളിപ്പോൾ ഉള്ളത് സെൽക്കിയിലാണ്. അവിടെ ഇങ്ങനെ പോകുന്നു. ഇപ്പം ചിത്രദുർഗയ്ക്കാണ് നമ്മൾ പോകുന്നത്. സോളാപ്പൂരിൽ നിന്ന് ചിത്രദുർഗ, കർണാടകയിലെ ചിത്രദുർഗയിലേക്ക്.
അതിൻ്റെ ഇടയിലുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. റിസ്കി ഷോട്ടുകളാണ് മുഴുവൻ. നമ്മൾ എന്നാ വീഡിയോ എടുത്തിട്ടൊരു കാര്യമില്ല, എഡിറ്റിങ് ശരിയാകുന്നില്ലെങ്കിൽ പിന്നെ വീഡിയോ നമ്മുടെ എഡിറ്റിംഗ് ഒന്നും ശരിയായി. നമുക്ക് അതിനുള്ള അറിവില്ലാത്തതുകൊണ്ട് ഇനി നമ്മൾ തുംഗഭദ്ര ഡാമിൻ്റെ അതിലേ പോകുന്നത്. നമ്മളങ്ങോട്ട് വന്നപ്പോൾ കണ്ടില്ലേ? നീ കണ്ടായിരുന്നോ? ഇല്ലല്ലേ, നീ ഉറപ്പായിരുന്നു. തുംഗഭദ്ര ഡാമിൻ്റെ ഇതിലെയാണ് നമ്മൾ പോകുന്നത്. തുംഗഭദ്ര ഡാം കൂടി അവിടുന്ന് നേരെ ചിത്രദുർഗ പോകുന്ന വഴി കാണാം. വലിയ ഡാമാണ്. നീ കണ്ടല്ലോ. നീ അത് കഴിഞ്ഞ് എണീറ്റു. ഞാൻ കാണിച്ചില്ലേ ഷട്ടറുകൾ കാണിച്ചില്ലേ? മുമ്പേ കണ്ടതിനേക്കാൾ ഇരട്ടി ഷട്ടറുള്ള കുളിക്കണമെന്നൊക്കെ നമ്മൾ ചോദിച്ച ഓർമ്മയില്ലേ? റൈറ്റ് പോട്ടെ. പതുക്കെ ചാടിക്കണം. ഇവിടെ ഇത് കണ്ടോ, ഈ സാധനം മറ്റേ ഇതിൻ്റെ കേട്ടോ, വെയിറ്റ് ബ്രിഡ്ജിൻ്റെ ആണ്. അത് ചാടുമ്പോൾ എപ്പോഴും പതിയെ ചാടാവുള്ളൂ. നല്ല വിശാലമായ ടോൾ ഗേറ്റ് ആണ്. ഇപ്പം തിരക്കൊന്നുമില്ല. രാത്രി സമയങ്ങളിൽ വന്നാൽ മാത്രമേ തിരക്കല്ലിലും ഉണ്ടാവില്ല, കാരണം ഇവിടെ കടയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വണ്ടികളൊന്നും അധികം നേരം നിർത്താനൊന്നുമില്ല. ആരും നിർത്തുമൊന്നുമില്ല. നിർത്തിയാലും 10 മിനിറ്റ് വല്ലതും കിടന്നുറങ്ങാനോ വല്ലതും ഉണ്ടെങ്കിൽ ഫുഡ് വെക്കാനോ ഒക്കെ ആയിട്ടേ ഇവിടെ വണ്ടികൾ നിർത്തും. അതല്ല ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ അതുകൊണ്ട് എല്ലാ ടോൾ ഗേറ്റിലും ഇതുപോലെ ബാത്റൂം സൗകര്യങ്ങളും ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർത്തും. എല്ലാ ടോൾ ഗേറ്റിലും ഉണ്ടാവും. ചിലയിടത്തൊന്നും യൂസ് ചെയ്യാൻ കൊള്ളുകയില്ല, ചിലയിടത്തൊക്കെ നല്ലതാണ്, ക്ലീനായിട്ട് സൂക്ഷിക്കുന്നതുകൊണ്ട്. മഴ തുടങ്ങി, അതുകൊണ്ട് അതിൻ്റേതായ ബസ്സാണോ വരുന്നത്? നമ്മളെയാണോ കൈ കാണിക്കാൻ? ഞാൻ കയറ്റിക്കൊണ്ട് പോകാമായിരുന്നു, ഫാമിലി ആയതുകൊണ്ട്. തെളിഞ്ഞ് കിടക്കാണെന്ന് പറഞ്ഞാലും ഈ മഴയുടെ മൂടലുള്ളതുകൊണ്ടേ ഒരു ക്ലിയർ അല്ല അന്തരീക്ഷം. റെസ്റ്റിംഗ് ടൈം ആട്ടോ. ആ സമയത്ത് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. ശകലനേരം കഴിഞ്ഞ് കിടക്കണം. അല്ല ഞാൻ ഇപ്പം എണീറ്റേ ഉള്ളൂ. വൈകുന്നേരം 12 മണി വരെ വണ്ടി ഓടിച്ചു. കാഴ്ചയൊക്കെ കണ്ടങ്ങ് പോവാ. ഇപ്പം നമ്മൾ ഡെയിലി ഇതിലെ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും കാണാൻ തോന്നും ഈ കാഴ്ചകൾ. നമുക്ക് ഈ വ്യൂസേ, അതാണ് അതിൻ്റെ പ്രത്യേകത. പല വെറൈറ്റി ഉണ്ട് ഇവിടെ.
എല്ലാം ധാബകളാണ്, ധാബകൾ. ഇവിടെ എല്ലാ ധാബകളിലും ടയർ വർക്ക്ഷോപ്പ് ഉണ്ടാവും, കാറ്റടിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, ഗ്രീസ് അടിക്കാനുള്ള സൗകര്യം ഉണ്ടാവും, നമുക്ക് കുളിക്കാനുള്ള സൗകര്യമാവും, വണ്ടി കഴുകാൻ പറ്റും, തുണി അലക്കാൻ പറ്റും, ഫുഡ് വെച്ച് കഴിക്കാം, റെസ്റ്റ് എടുക്കാം, എല്ലാം സൗകര്യം ഉണ്ടാവും. അതുകൊണ്ടാണ് കൂടുതലും ഞങ്ങളെപ്പോലെ ഡ്രൈവർമാർ, ലോറി ഓടിക്കുന്ന ഡ്രൈവർമാരെല്ലാം ധാബകളിൽ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ സേഫ്റ്റി, നൈറ്റ് സമയങ്ങളിലാണ് സെക്യൂരിറ്റി ഉണ്ടാവും, വണ്ടിയിൽ നിന്ന് മോഷണം പോകാതിരിക്കാൻ. അപ്പം നമുക്ക് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ മതി, വേറൊന്നുമില്ല. ഫുഡ് കഴിക്കുക, പോരുക. അവിടെ എല്ലാം അൺലിമിറ്റഡ് ആട്ടോ, അൺലിമിറ്റഡ് ഫുഡാണ് അവിടെ. ഒരു പ്ലേറ്റ് 120 രൂപയുടെ ഒരു പ്ലേറ്റ് ഒരാൾക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം നോൺ വെജും ഉണ്ട്, വെജും ഉണ്ട്. നോൺ വെജ് ആണെങ്കിൽ ബീഫോ മട്ടന് ചിക്കന് ഇത്രയും കാണും. ഇത് അൺലിമിറ്റഡ് ആയിരിക്കും കറി, ഏതും ആയിക്കോട്ടെ, ബീഫാണേലും അതെ മട്ടനാണേലും അൺലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ എത്ര ചപ്പാത്തി മേടിക്കുന്നു അതുപോലെ സാധനം വന്നുകൊണ്ടേയിരിക്കും. തീരുമ്പം പാത്രത്തിൽ നിറച്ചുകൊണ്ടേയിരിക്കും കറി. ആ ഒരു സിസ്റ്റമാണ് ധാബകളിൽ. എല്ലാ ധാബകളിലും നോൺ വെജ് കിട്ടിയല്ല കേട്ടോ. നോൺ വെജ് ധാബ എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കൊലയിൽ ലൈറ്റൊക്കെ ചെയ്ത് പച്ച കളറിൽ, അത് ആ ഒരു ചിഹ്നമുള്ള ധാബകളിൽ മാത്രം, അതായത് മുസ്ലിങ്ങളുടെ ധാബകളിൽ മാത്രമേ നോൺ വെജ് ഉണ്ടാവുള്ളൂ, അല്ലാത്തടത്ത് ഉണ്ടാവില്ല. എവിടെ? ഇന്നലെ ധാബയല്ലേ? ആ ധാബ വെജിറ്റേറിയനാ? അത് ഹോട്ടലല്ലേ? അല്ല, അത് ഹോട്ടലാ. എടാ അത് മുസ്ലിമിൻ്റെ എന്താ? അല്ലല്ല. ഈ നോൺ വെജ് കിട്ടുന്ന ധാബകളിലെ ചന്ദ്രക്കൊല കാണും. മുസ്ലിങ്ങളുടെ മറ്റേ ചന്ദ്രക്കൊല ഇല്ലേ, അവരുടെ ചിഹ്നം അതുണ്ടാവും. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കയറിയ ധാബ കണ്ടായിരുന്നു. നിന്നെ ഞാൻ കാണിച്ചു തന്നില്ല, ആ ചിഹ്നം കണ്ടു. അപ്പോൾ അവിടെ തന്നെ കുഴപ്പമില്ല, നല്ലതല്ലായിരുന്നു. 100 രൂപയാവും, 120 രൂപയല്ലേ ആയുള്ളൂ. 120 രൂപയ്ക്ക് 12 ചപ്പാത്തിയാണ് കഴിച്ചത് അല്ലേ? 12 ചപ്പാത്തിയും ബീഫ് കറി.